ഓക്കെ ഗൈസ്, സോ ഇതാണ് ആ ഒരു റീല്. ആ റീലിനടുത്ത് ഞാൻ തന്നെ പിങ്കല്ല ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ഓട്ടോമേഷൻ, കമൻറ്റ് ഓട്ടോമേഷൻ റൺ ആവുന്നതും കമൻറ്റ് റിപ്ലൈസ് വരുന്നതും കാണാൻ പറ്റും. ഇവിടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഫോളോ ചെയ്യടാ കുട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കപ്പോൾ പ്രൊഫൈലിൽ പോവാം, ഫോളോ ചെയ്യാം, ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്തോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചെക്ക് നടന്നതിന് ശേഷം നമുക്ക് ആ ഒരു റിപ്ലൈ വരുന്നതായിരിക്കും. ആൻഡ് യാ ഗൈസ്, നമ്മുടെ തന്നെ ഹൈ ആക്ബൻ ആൻഡ് താങ്ക്സ് ഫോർ ഫോളോയിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അവിടെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് സൂപ്പർ പ്രൊഫൈലിൽ തന്നെ ലിങ്കാണ്. സോ നിങ്ങൾക്കൂടെ തന്നെ നമ്മൾ കൊടുത്തു, കമൻറ്റ് ഓട്ടോമേഷനിൽ കൊടുത്ത പോലെ തന്നെ പേര് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇവിടുത്തെ ഓട്ടോമേഷൻ റൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടോമേഷനിൽ തന്നെ ഒരു DM വരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്പെസിഫിക് കീവേഡ് നമുക്ക് DM ആയിട്ട് കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചെക്ക് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെസിഫിക് കീവേഡ് ഇതാക്കാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്താണ് മെസ്സേജ് പോകേണ്ടത് എന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ ആ ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫോൾട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമുക്ക് ആ ഒരു DM ഓട്ടോമേഷൻ ആയിട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറിക്കാണ് റിപ്ലൈ തരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്പെസിഫിക് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ഇവിടെ കാണിക്കും. ഞാനിവിടെ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എനി സ്റ്റോറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഏത് സ്റ്റോറി ഇട്ടാലും ആ ഒരു സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഇടണ എന്ത് സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്താലും എന്ത് റിപ്ലൈ ചെയ്താലും, ഇനി റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റിപ്ലൈ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ് ഉള്ള വേർഡാണ് എന്ന സ്റ്റോറിക്കാണ് റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഓട്ടോമേഷൻ റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതിനുശേഷം നമ്മളിവിടെ ഇനി റിപ്ലൈ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു മെസ്സേജ് സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് സെയിം തന്നെ ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം ആൻഡ് ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓട്ടോമേഷനും റൺ ആവുന്നതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ള ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ്സ് ഓൺ യുവർ ലൈവ്. നമ്മൾ എപ്പോഴെങ്കിലും ലൈവ് ഇടാൻ നേരത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള DM ഓട്ടോമേഷൻ ആണത്. എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ DMനകത്തേക്ക് പോകും. എന്താണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് മെസ്സേജ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ DMനകത്തേക്ക് പോകും. ആൻഡ് നെക്സ്റ്റ് ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DM സെൻസ് എ പോസ്റ്റ് ഓർ റീൽ ടു യുവർ DM. ഈ ഒരു റീല് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് റീല് നമ്മുടെ DMനകത്തേക്ക് അയച്ചാലാണോ ഓട്ടോമേഷൻ റൺ ആവേണ്ടത് ആ ഒരു റീല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓട്ടോമേഷനിൽ എന്താണ് റൺ ആവേണ്ടത് ആ ഒരു മെസ്സേജ് കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും റൺ ആവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ട്രിഗേഴ്സ് കാര്യങ്ങളെല്ലാം മെയിനായിട്ട് വരുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെല്ലാം എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫൈലിനകത്തേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യം റീൽ അയക്കുമ്പോൾ ഉള്ള ആ ഒരു ഓട്ടോമേഷനാണ് നമ്മൾ നോക്കുന്നത്. setoko.gr എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഫൈലിലേക്ക് ഞാൻ ആ ഒരു റീൽ അയച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഓട്ടോമേഷൻ എന്താണ് വർക്കാവുന്നതാണ്. ആ റീൽ അയച്ചു, അപ്രിഷിയേറ്റ് യുവർ കമൻറ്റ് അസ് പ്രോമിസ് ഹിയർ ഈസ് ദ ലിങ്ക് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു കമൻറ്റ് ഓട്ടോമേഷൻ റൺ ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എന്തായിരുന്നു കമൻറ്റ് ഓട്ടോമേഷനിൽ സെറ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വൃത്തിക്ക് റണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഓട്ടോമേഷൻ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോറി ഇല്ല, ലൈവ് ആണെന്നുണ്ടെങ്കിൽ ലൈവും ഇല്ല. ഈ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു DM മെസ്സേജ് ആയിരുന്നു. ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു മെസ്സേജ് അയച്ചു. ആൻഡ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതിനുള്ള റിപ്ലൈയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഓട്ടോമേഷൻ വഴി കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഓട്ടോമേഷൻസ് കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളി സെറ്റപ്പ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയേക്കണത്. ആൻഡ് ഈ ഒരു സംഭവം വെച്ചിട്ട് ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ കമൻറ്റ് ചെയ്യുന്നതോടുകൂടി ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ആ ഒരു റീലായിട്ട് ഉള്ള എൻഗേജ്മെൻറ്റ് കൂടുതലായിട്ട് നോട്ടിഫൈ ചെയ്ത് ആൻഡ് അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു റീലിന് അത്രയും ഷെയർ വന്നതിന് ശേഷം ആ ഒരു ഷെയർസ് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ കൂടുതൽ പുഷും കൂടുതൽ എൻഗേജ്മെൻറ്റും ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം നമുക്ക് തരുന്നതായിരിക്കും. സോ അങ്ങനെയാണ് മോസ്റ്റ്ലി ഈ ഒരു ഓട്ടോമേഷൻ വെച്ച് നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പേജ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമേഷൻ വെച്ച് ക്യാഷും ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫയൽസോ 1-on-1 സെഷനോ റെക്കറിംഗ് മെമ്പർഷിപ്പ് ഇവൻറ്റ്സ് വെബിനാറോ കോഴ്സ് ലോക്ക്ഡൗൺ തന്നെ അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആൻഡ് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ റൈറ്റിൽ കാണുന്നതാണ് വെറും 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു സ്റ്റോറിൻ്റെ പ്രൊഫൈലാണ്. അത് ചുമ്മാ ഒരു ബേസിക് ആയിട്ടുള്ള പ്രൊഫൈലാണ്. ആൻഡ് ഈ ഒരു ലിങ്കിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ superprofile.bio/setoko2 എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ
പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിൻ്റെ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ് ലിങ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഈ എക്സ്പ്ലോർ ഓൾ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ടൂളുകളും ഇതിലിപ്പോൾ ഇവൻ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ്റ് ഡിസ്കോഡിൻ്റെ ആ ഒരു സംഭവം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ടൂളിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഓട്ടോമേഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടും എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷനോ എന്തെങ്കിലും ടൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം സോർട്ട് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് മെമ്പേഴ്സ് ഉള്ള ചാറ്റിനകത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഡയറക്റ്റ്ലി പേഴ്സണലി വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. Anything you want, anything you need, your mind's got the key ingredient.